എന്താണത്? അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള വീണ്ടും അവസരം കൊടുത്തിരിക്കുകയാണ്. അത് ഇന്നും നാളെയും അന്തിമ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് പേര് ചേർക്കാനും തെറ്റുതിരുത്താനും ഒക്കെ അപേക്ഷിക്കാം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയാണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത്. നവംബർ 14-ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സപ്ലിമെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഈ ലിസ്റ്റ് ആയിരിക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമാറുക. ഒക്ടോബർ 25-ന് പ്രസിദ്ധീകരിച്ച അന്തിമ പട്ടികയിൽ 2.84 കോടി വോട്ടർമാർ ഉണ്ടായിരുന്നു. പിന്നാലെയാണ് വീണ്ടും തിരുത്തലിനും പേര് ചേർക്കാനും ഒക്കെയുള്ള അവസരം നൽകുന്നത്. അപ്പൊ ഈ അവസരം വിനിയോഗിക്കുക. ഇനി ആരെങ്കിലും പേര് ചേർക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് ആളുകൾക്ക് ആ കൺഫ്യൂഷൻ ആവോ? തദ്ദേശത്തിന്റെ പട്ടിക, നിയമസഭയുടെ പട്ടിക, അതിനിടയ്ക്ക് SIR, അങ്ങനെ ആ ഒരു കൺഫ്യൂഷൻ ആകണ്ട. നിങ്ങൾക്ക് മുന്നിൽ രാഷ്ട്രീയ പാർട്ടികൾ വരും, അതോടൊപ്പം തന്നെ BLOമാർ വരും. അവരുടെയൊക്കെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ തന്നെ കാര്യങ്ങൾ ശരിക്കും നടക്കുന്നതാണ് തോന്നുന്നത്. അതെ, മറ്റ് കൺഫ്യൂഷൻ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. മറ്റ് സമയങ്ങളൊക്കെ ഇനി ഉണ്ടാകും. എന്തായാലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആവശ്യമായ ഡോക്യുമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും പേടിക്കേണ്ടതുണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി.